ഹായ് മക്കളെ. അപ്പോൾ മിസ് ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് 7th ക്ലാസ്സുകാർക്ക് ഇന്ന് ബേസിക് സയൻസിന്റെ എക്സാം ആയിരുന്നു അല്ലേ. അപ്പോൾ ആ എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ എക്സാമിന്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഒരു കായിക പ്രചരണമാണ് നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡിന്റെ പേര് അല്ലെങ്കിൽ തന്നേക്കുന്ന ഫിഗർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. ബഡ്ഡിംഗ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബഡ്ഡിങ്ങിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, ബഡ്ഡിങ്ങിന്റെ പെക്യുലാരിറ്റീസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അല്ലെ. സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിന്റെ ബഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ ആയിരിക്കും നമ്മൾ ബഡ് സെലക്ട് ചെയ്യുക. അതിനെ നമ്മൾ സിയോൺ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ റൂട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം സ്പീഷീസിൽ തന്നെയുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും. അതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സിയോണും ഉണ്ട്, റൂട്ട് സ്റ്റോക്കും ഉണ്ട്. സിയോൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് ആയിരിക്കും നമ്മുടെ സിയോൺ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാം, റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഒരു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബഡ് അല്ലെങ്കിൽ സിയോണിനെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബഡ്ഡിങ്ങിലൂടെ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്, നമുക്ക് സെയിം പ്ലാന്റിൽ തന്നെ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 മാർക്കാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും എഴുതി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സി പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് മക്കളെ. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ് ത്രൂ ബഡ്ഡിംഗ്. അപ്പൊ ബഡ്ഡിങ്ങിന്റെ പെക്യുലാരിറ്റീസ് കുറച്ച് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ് ടു ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് ഇസ് പോസിബിൾ വിത്ത് ഓൾ പ്ലാന്റ്സ്. എല്ലാ പ്ലാന്റ്സിലും ബഡ്ഡിംഗ് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. അടുത്തത് പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ആർ നോട്ട് നെസസറി ഫോർ ബഡ്ഡിംഗ്. ഒരേ സ്പീഷീസ്, ഒരേ വർഗത്തിൽ വരുന്ന പ്ലാന്റ്സ് ബഡ്ഡിങ്ങിന് ആവശ്യമില്ല, നെസസറി ആയിട്ടുള്ളതല്ല. വേറെ സ്പീഷീസ് ആയാലും കുഴപ്പമില്ല എന്നാണ് സി ഓപ്ഷൻ പറയുന്നത്. ഡി ഓപ്ഷൻ പറയുന്നത് അരക്കണ ട്രീ, അതായത് നമ്മുടെ എന്താ പറയുക, അടയ്ക്കാൻ മരം അല്ലേ, അതിനൊക്കെ എന്താണ് ബഡ്ഡിങ് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? മക്കളെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് എ ഓപ്ഷൻ അല്ലേ. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ് ത്രൂ ബഡ്ഡിംഗ്. സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ബഡ്ഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ സി എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ആൻസർ എ ആട്ടോ. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ് ത്രൂ ബഡ്ഡിംഗ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. പിക്ചർ ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇസ് ഗിവൺ ബിലോ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു വൈദ്യുത സർക്യൂട്ടിന്റെ പിക്ചർ, പടമാണ്, ചിത്രമാണ് നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ വാട്ട് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ഇസ് ദിസ്. ഇത് എന്ത് സർക്യൂട്ടാണെന്നാ ചോദിച്ചേക്കുന്നത്. മക്കളെ, നിങ്ങൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതായത് കണക്ഷൻ കംപ്ലീറ്റ് അല്ല. അങ്ങനെ കണക്ഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ തുറന്ന സർക്യൂട്ട് എന്നാലേ വിളിക്കുന്നത്. അപ്പൊ ഒന്നാമത്തത് എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ് കേട്ടോ. ഓപ്പൺ സർക്യൂട്ട് ആണ് ഒന്നാമത്തതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ചേഞ്ചസ് നീഡഡ് ഇൻ ദി സർക്യൂട്ട് ടു മേക്ക് ദ ബൾബ് ഗ്ലോ. എന്ത് ചേഞ്ച് വരുത്തിയാലാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിലെ ആ ഒരു ബൾബിനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഗ്ലോ ചെയ്യാൻ സാധിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താലാണ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ വയർ ഒന്ന് യോജിപ്പിച്ചാൽ മതി. അങ്ങനെ യോജിപ്പിച്ചാൽ ഇതെന്താകും? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു അടഞ്ഞ സർക്യൂട്ട് ആയിട്ട് മാറും. ഒന്ന് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ബാറ്ററീനെ നമ്മൾ ഇവിടെ കൊണ്ട് ഈ ഒരു വയറിനെ ഇങ്ങനെ ഒന്ന് വലിച്ചു നീട്ടി കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു കണക്ഷൻ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരാം. മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വയർ ഫിറ്റ് ചെയ്താൽ മതി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു ബൾബ് ഗ്ലോ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒന്നാമത്തത് ഓപ്പൺ സർക്യൂട്ട് എന്നും, അടുത്തത് എളുപ്പമുള്ള ഒരു ചോദ്യം അല്ലെ. രണ്ടാമത്തെ എ പാർട്ടിൽ ചോദിച്ചേക്കുന്ന ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഡിവൈസസുകൾ തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ
എന്തൊക്കെയാണ് ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസത്തെ ലൈവിലെല്ലാം ചോദിച്ച ചോദ്യം തന്നെയാട്ടോ മക്കളെ ഇന്നും ചോദിച്ചേക്കുന്നത്. നമുക്ക് കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ക്ലോക്ക് തന്നിട്ടുണ്ട്, എമർജൻസി ലാമ്പ് തന്നിട്ടുണ്ട്, റിമോട്ട് കൺട്രോളർ തന്നിട്ടുണ്ട്, മൊബൈൽ ഫോൺ തന്നിട്ടുണ്ട്, ലാപ്ടോപ്പ് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റർ തന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് തന്നേക്കുന്നത്. ഇവരെ നമുക്ക് യോജിച്ച ഹെഡിങ് ഉപയോഗിച്ചിട്ട് ഇവരെ തരം തിരിക്കാനാണ്, ഇവരുടെ ബേസിക് ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഇവരെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ മക്കളെ. എന്തായിരിക്കും ഇവരുടെ ക്ലാസിഫിക്കേഷൻ? യെസ്, റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ സെൽസ് അല്ലേ. നമുക്ക് പിന്നെയും ഉപയോഗിക്കാൻ, ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരെയുമായിട്ട് തരം തിരിക്കാനാണ് കേട്ടോ മക്കളെ ബി, രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ബി ഓപ്ഷൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ റീചാർജബിൾ സെൽസിൽ വരുന്നത് ആരൊക്കെയായിരിക്കും? മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, എമർജൻസി ലാമ്പ്, ഇതൊക്കെ ആയിരിക്കും എന്ത് റീചാർജബിൾ സെൽസിൽ വരാനായിട്ടുള്ള ആൾക്കാർ. ഇനി നോൺ റീചാർജബിൾ സെൽസിൽ ആരൊക്കെയായിരിക്കും വരിക? ക്ലോക്ക്, റിമോട്ട് കൺട്രോൾ, കാൽക്കുലേറ്റർ. ഇവരുടെയൊക്കെ നമുക്ക് ബാറ്ററി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീചാർജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലേ, തീർന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് പുതിയത് ഉപയോഗിക്കാനേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ റീചാർജബിൾ സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ സെൽസ് ആയിട്ട് തരംതിരിക്കാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓപ്പൺ സർക്യൂട്ട്, തുറന്ന സർക്യൂട്ടിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തുറന്ന സർക്യൂട്ടിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. തുറന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിലൂടെ കറണ്ട് ഒഴുകില്ല അല്ലെ, കറണ്ട് ഒന്നും ഒഴുകില്ല. ബൾബ് ഉണ്ടെങ്കിൽ ബൾബ് ഒന്നും പ്രകാശിപ്പിക്കാത്ത തരം സർക്യൂട്ടുകൾ അല്ലെ തുറന്ന സർക്യൂട്ട്. കറണ്ട് ഒഴുകത്തില്ല, അതിൽ കൂടെ കണക്ഷൻ പ്രോപ്പർ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ ഫാൻ റൊട്ടേറ്റ്, ഫാൻ കറങ്ങുന്നു. ഫാൻ കറങ്ങുന്നെങ്കിൽ അവിടെ ആര് വേണം? കറണ്ട് വേണം. അപ്പൊ അതൊരു തുറന്ന സർക്യൂട്ട് ആയിരിക്കോ? അല്ല, അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കും. ഇനി അടുത്തത് എ ബൾബ് വിച്ച് ഇസ് സ്വിച്ച്ഡ് ഓഫ്, ബൾബ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. അതെന്തായിരിക്കും? ആ ബൾബ് ഓഫ് ആണെങ്കിൽ എന്താണ്? അവിടെ കറണ്ട് ഇല്ല. അപ്പോൾ ഇതെന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ടിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ തുറന്ന സർക്യൂട്ടിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്. അടുത്തത് വർക്കിംഗ് ഓഫ് എ മിക്സി, ഒരു മിക്സി വർക്ക് ചെയ്യുന്നത്, അവിടെ കറണ്ട് ഉള്ളതുകൊണ്ടാണല്ലേ മക്കളെ മിക്സി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കും. ഇനി അടുത്തത് വർക്കിംഗ് ഓഫ് എ വാഷിംഗ് മെഷീൻ, ഒരു വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? കറണ്ട് വേണം അല്ലെ. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ സി ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. തന്നെ എ ബൾബ് വിച്ച് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു ബൾബ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, ആസിഡിനെയും ബേസിനെയും ബേസ് ചെയ്തിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അവരെ അവരുടേതായ രീതിയിലുള്ള ഹെഡിങ്ങിലേക്ക്, അവരെ അപ്രോപ്രിയേറ്റ് ചെയ്ത ഹെഡിങ്ങിലേക്ക് തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓൾറെഡി തരം തിരിച്ച് തന്നിട്ടുണ്ട്. എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 അവിടുത്തെ നമ്മൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ എയുടെ താഴെ ടെർമറിക് പൗഡർ എന്നും ബിയുടെ താഴെ ഫിനോഫ്തലിനും എന്നാണ് തന്നേക്കുന്നത് കേട്ടോ. ടെർമറിക് പൗഡർ എന്ന് കൊടുക്കണമെങ്കിൽ അവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? ലബോറട്ടറി സൂചകങ്ങളായിരിക്കും. ബി എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത്. എ അല്ല, ബി ആണ് നമ്മുടെ ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ്. എ ആണ് കേട്ടോ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, മാറിപ്പോയതാണ്. എ എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്ത സൂചകങ്ങളും, ബി എന്ന് പറയുന്നത് ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരൊക്കെയായിരിക്കും? പതിമുഖം, ടെർമറിക് പൗഡറും പതിമുഖവും ആയിരിക്കും കേട്ടോ മക്കളെ. ഇപ്പൊ ടെർമറിക് പൗഡറും പതിമുഖവും ഒക്കെ ആയിരിക്കും എന്ത് നമ്മൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? മീഥൈൽ ഓറഞ്ചും അല്ലെങ്കിൽ ഫിനോഫ്തലിനൊക്കെയാണ് നമ്മൾ ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, ബി എന്ന് പറയുന്നത് ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ്, സി എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച് ആൻഡ് ഡി എന്ന് പറയുന്നത് പതിമുഖം വാട്ടർ. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്ലാസിഫിക്കേഷൻ. നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ ബി പാർട്ടാണ് ചോദിച്ചേക്കുന്നത്. എ സ്റ്റുഡന്റ് പെർഫോം എ മാജിക് ഇൻ ദ ക്ലാസ്, ഒരു കുട്ടി ക്ലാസ്സിൽ ഒരു മാജിക് കാണിക്കുകയാണ്. എന്താണ് ആ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പതിമുഖം വാട്ടർ എന്തായതോ യെല്ലോ ലിക്വിഡ് ആയിട്ട് മാറി. എന്തോ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തപ്പോൾ നമ്മുടെ പതിമുഖം വാട്ടർ എന്തായിട്ട് മാറി? യെല്ലോ കളറായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ മക്കളെ. നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച് സബ്സ്റ്റൻസ്, ബേക്കിംഗ് സോഡ, ഷുഗർ, ലെമൺ ജ്യൂസ്, സോപ്പ് വാട്ടർ, അങ്ങനെ 4 സബ്സ്റ്റൻസുകൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്.
തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് സബ്സ്റ്റൻസ് യൂസ് ചെയ്താലാണ് നമ്മുടെ ഈ പതിമുഖം വാട്ടർ യെല്ലോ കളറായിട്ട് മാറുന്നത് നമുക്ക് നോക്കാം. ലെമൺ ജ്യൂസ് അല്ലെ, എന്തുകൊണ്ടാണ്? ആസിഡ് ആണ്. നമ്മുടെ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ആസിഡ് ആണ്. സോ നമ്മുടെ പതിമുഖം വാട്ടർ യെല്ലോ കളർ ആവണമെങ്കിൽ അത് ആരായിരിക്കണം? ആസിഡ് ആയിരിക്കണം അല്ലെ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ആസിഡ് ആര് മാത്രമാണ്? നമ്മുടെ ലെമൺ ജ്യൂസ് മാത്രമാണ് എന്ത് ആസിഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും എന്താണ്? ബേസ് നേച്ചർ, ആൽക്കലൈൻ ആണ് തന്നേക്കുന്നത് കേട്ടോ. സോ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ബി ഓപ്ഷന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ലെമൺ ജ്യൂസ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റിന്റെ തന്നെ സി പാർട്ടിലേക്ക് പോകാം. നമുക്ക് രണ്ട് സാമ്പിളുകൾ തന്നിട്ടുണ്ട്, സാമ്പിൾ 1 ആൻഡ് സാമ്പിൾ 2. അപ്പോൾ സാമ്പിൾ 1 മീഥൈൽ ഓറഞ്ച് ആയിട്ട് മിക്സ് ചെയ്തപ്പോൾ എന്തായി? ലൈറ്റ് പിങ്ക് കളർ ആയിട്ട് മാറി കേട്ടോ. മീഥൈൽ ഓറഞ്ച് ആയിട്ട് മിക്സ് ചെയ്തപ്പോൾ ലൈറ്റ് പിങ്ക് കളർ ആയിട്ട് മാറി. ടെർമറിക് പൗഡർ ആയിട്ട് മിക്സ് ചെയ്തപ്പോൾ അത് യെല്ലോ കളർ ആയിട്ട് മാറി. ഇനി സാമ്പിൾ 2ന്റെ കാര്യം നമുക്ക് നോക്കാം. സാമ്പിൾ 2 നോക്കിയേ. സാമ്പിൾ 2 മീഥൈൽ ഓറഞ്ച് ആയിട്ട് മിക്സ് ചെയ്തപ്പോൾ അതെന്തായി? യെല്ലോ കളറായിട്ട് മാറി. ടെർമറിക് പൗഡർ ആയിട്ട് മിക്സ് ചെയ്തപ്പോൾ അത് റെഡ് കളറായിട്ട് മാറി. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇത് എന്താണ്? രണ്ട് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ രണ്ട് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചേക്കാണ്. അപ്പൊ മക്കളെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ആരൊക്കെ ഉപയോഗിക്കാം? ഓൾറെഡി ഇവിടെ ടർമറിക് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിബിസ്കസും പതിമുഖം വാട്ടറും ആയിരിക്കും എന്ത് വേറെ രണ്ട് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. നെയിം ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ് ഫ്രം എ പാർട്ട് ഓഫ് എ പ്ലാന്റ് അതർ ദാൻ സീഡ്. വിത്തുകളല്ലാതെ, സീഡിന്നല്ലാതെ വേറെ ഒരു പ്ലാന്റ്സിന്റെ വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് നമ്മൾ പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് വിളിക്കുന്നത് മക്കളെ? യെസ്, നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, കായിക പ്രതിപതനം എന്നാണ് നമ്മൾ അതിനെ പറയാട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈ സെലക്ടിങ് ഫോർ പ്ലാന്റിങ് ആർ ഗിവൺ ബിലോ. നമ്മൾ ഒരു പ്ലാന്റിന് സീഡ് സെലക്ട് ചെയ്യാണ്, ഒരു പ്ലാന്റ് നമുക്ക് ഒരു ചെടി നടണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സീഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം കൺസിഡർ ചെയ്യാൻ? അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. ബി പാർട്ടിൽ കറക്റ്റ് ഓപ്ഷൻ ഏത് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്? ദ ക്വാളിറ്റി ഓഫ് സോയിൽ വിച്ച് പ്ലാന്റ് പ്രൊഡ്യൂസ്. നമ്മൾ ഏത് പ്ലാന്റിനെ ആണോ നമ്മൾ ഗ്രോ ചെയ്യാനായിട്ട് വളർത്താനായിട്ട് നോക്കുന്നത്, ആ ഒരു പ്ലാന്റിന്റെ സോയിലിന്റെ ക്വാളിറ്റിനെയാണ് അത് എന്താ പറയുക, ക്വാളിറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. ക്വാളിറ്റി, പ്ലാന്റിന്റെ ക്വാളിറ്റി, സീഡിന്റെ ക്വാളിറ്റിനെ ഒന്നും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി അടുത്തത്, കളക്ട് സീഡ് ഫ്രം എ ഹൈ ഈൽഡിംഗ് പ്ലാന്റ്. നല്ല ഇനം എന്താ പറയുക, നമുക്ക് കായ് ബലം തരുന്ന ഒരു ചെടിയിൽ നിന്നുള്ള സീഡ് സെലക്ട് ചെയ്യാനാണ് ബി ഓപ്ഷൻ പറയുന്നത്. സി ഓപ്ഷൻ പറയുന്നത് എന്താണ്? കളക്ട് സീഡ് ഫ്രം ദ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എ പ്ലാന്റ്സ് ലൈഫ് ലൈൻ. അതായത് നമ്മൾ ഒരു പ്ലാന്റിന്റെ തുടക്കം തന്നെയുള്ള ഒരു പ്ലാന്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് തന്നെ നമ്മൾ അതിന്റെ ഫ്രൂട്ടിന്റെ സീഡിനെ കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ഡി ഓപ്ഷൻ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ സീഡിനെ കളക്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഇസ് കറക്റ്റ്. എ കറക്റ്റ് ആണോ? നമ്മളൊരു പ്ലാന്റിന്റെ സോയിലിനെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല അല്ലേ. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. ഇനി രണ്ടാമത്തത് എയും ഡിയും കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, എ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാന്റിനെ നടുകയാണെങ്കിൽ അതിന്റെ മണ്ണിന്റെ ക്വാളിറ്റീനെ മാത്രമാണോ നമ്മൾ നോക്കുക? അല്ല അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി, എയും സിയും ഇൻകറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ മക്കളെ? നോക്കി, നമ്മളൊരു ചെടിയുടെ സോയിലിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കാറില്ല അല്ലേ. നമുക്ക് വേണ്ടത് നല്ല ഇനം കായ്ബലം തരുന്ന ചെടിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെയാണ് നമുക്ക് വേണ്ടത്. സോ ഈ ഓപ്ഷനും ഡി ഓപ്ഷനും എന്താണ്? തെറ്റുത്തരാണ് നമുക്ക് തന്നേക്കുന്നത്. സോ കറക്റ്റ് ഇവിടെ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റിന്റെ ബി പാർട്ടിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തതായിരിക്കും കേട്ടോ. എ ആൻഡ് സി ആർ ഇൻകറക്റ്റ്. ഓക്കെ, അപ്പൊ നോക്കിയേ മക്കളെ, എ ആൻഡ് സി ആർ ഇൻകറക്റ്റ് ആണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റിന്റെ ബി പാർട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. സി പാർട്ടാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മളോട് സപ്പോർട്ടയുടെ ലെയറിങ്ങിന്റെ സ്റ്റേജസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. സപ്പോർട്ട ലെയർ ചെയ്യുന്നതിന്റെ സ്റ്റേജസ്. അപ്പൊ ലെയറിങ്ങിന്റെ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. എ നമുക്ക് തന്നിട്ടുണ്ട്, സെലക്ട് അ പെൻസിൽ സൈസ് സ്റ്റെം ഫ്രം ദ മദർ പ്ലാന്റ്. ഇനി ബിയും സിയും ഇയും നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ മക്കളെ എന്തായിരിക്കും? ആദ്യം തന്നെ എ, സെലക്ട് എ പെൻസിൽ സൈസ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. ഇനി ബി എന്താണ്? 2 മുതൽ 3 സെന്റിമീറ്റർ വരെ നമ്മൾ സർക്കുലർ ഷേപ്പിൽ എന്ത് ചെയ്യണം? അതിന്റെ നോട്ട്സിന് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് നോഡുകൾ തമ്മിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇനി അടുത്തതായിട്ട് ഒരു കൊക്കോപീറ്റിന്റെയും സോയിലിന്റെയും കൗഡങ്ങിന്റെയും ചാണകപ്പൊടിയുടെ ഒക്കെ എന്ത് ചെയ്യണം? മിക്സ്ചർ നമ്മൾ അവിടെ പൊതിഞ്ഞൊരു പോളിത്തീൻ ബാഗ് വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് അവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട്
എന്താണ് 2 മുതൽ 3 മാസംക്കുള്ളിൽ അവിടെ എന്ത് പറ്റും, പുതിയൊരു ചെടി അല്ലെങ്കിൽ പുതിയ റൂട്ട്സ് സ്പ്രൗട്ട് ചെയ്ത് വരും. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക അല്ലേ. ഇതൊക്കെയാണ് എന്ത് ലെയറിങ്ങിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെയറിങ്ങിന്റെ ഈ ഒരു സ്റ്റേജസ് ആണ് കേട്ടോ മക്കളെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഓർ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓർ ഓപ്ഷനിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എ ഹൈ yielding മൽഗോവ ബ്രാഞ്ച് ഇസ് ഗ്രാഫ്റ്റഡ് ടു എ റൂട്ടഡ് സ്റ്റെം ഓഫ് ഇൻഡിജീനിയസ് വെറൈറ്റി ഗോമാവ്. ഗോമാവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലേക്ക് ഹൈ yielding നല്ല കായ്ഫലം തരുന്ന മൽഗോവ എന്ന് പറയുന്ന ചെടീനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറയണേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൂട്ട് സ്റ്റോക്ക് ഏതായിരിക്കും, സിയോൺ ഏതായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. മക്കളെ, നമുക്ക് ഓൾറെഡി അറിയാം ഹൈ yielding ക്വാളിറ്റി ഏതാണോ അതിനെയാണ് നമ്മൾ സിയോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിജീനിയസ് വെറൈറ്റി സാധാരണ വെറൈറ്റിയിൽ ഏതിലേക്കാണോ നമുക്ക് ഹൈ yielding കൊണ്ടുവരുന്നത് ആ റൂട്ട് അതായിരിക്കും നമ്മുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിയോൺ ഏതായിരിക്കും? സിയോൺ എന്ന് പറയുന്നത് നമ്മുടെ മൽഗോവ ചെടി തന്നെയായിരിക്കും നമ്മുടെ സിയോൺ എന്ന് പറയുന്നത്. മൽഗോവ ചെടി ഹൈ yielding വെറൈറ്റി ആയിട്ടുള്ള മൽഗോവ ആയിരിക്കും നമ്മുടെ സിയോൺ എന്ന് പറയുന്നത്. റൂട്ട് സ്റ്റോക്ക് ഏതായിരിക്കും? ഗോമാവ് ആയിരിക്കും നമ്മുടെ റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, അതാണ് 4th ക്വസ്റ്റിന്റെ എ പാർട്ട് എന്ന് പറയുന്നത്. ഇനി 4th ക്വസ്റ്റിന്റെ ബി പാർട്ട് നോക്കിക്കേ മക്കളെ. നമ്മളോട് ഇൻകറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ മുരിങ്ങ പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ബോത്ത് സീഡ് ആൻഡ് സ്റ്റെം. സീഡിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും നമുക്കൊരു മുരിങ്ങ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബി പാർട്ട് നോക്കിക്കേ. ന്യൂ സാപ്ലിങ്സ് ഓഫ് ടപ്പിയോക്ക ആർ പ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ടപ്പിയോക്ക, കപ്പയുടെ നമുക്ക് പുതിയ ചെടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ജിഞ്ചർ പ്ലാന്റ്, നമ്മുടെ ഇഞ്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം സീഡ് ഇസ് കോൾഡ് എസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. മക്കളെ നോക്കിക്കേ, ഇതിൽ ഏതൊക്കെ ഓപ്ഷനായിരിക്കും തെറ്റുത്തരമായിട്ട് തന്നേക്കുന്നത്? നമുക്കറിയാം ജിഞ്ചറിന്റെ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്, സെക്ഷൽ പ്രൊപ്പഗേഷൻ അല്ല, സെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ല, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ് നമ്മൾ ഇഞ്ചി അല്ലെ, ഇഞ്ചിന്റെ ന്യൂ സാപ്ലിങ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം സീഡ് ഇസ് കോൾഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ലെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ സി ആൻഡ് ഡി ആയിരിക്കും കേട്ടോ തെറ്റുത്തരമായിട്ടുള്ളത്. ഓപ്ഷൻ സി ആൻഡ് ഡി ആർ ഇൻകറക്റ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് 4ാമത്തെ ഓപ്ഷനിലെ സി പാർട്ട് ചോദിച്ചേക്കുന്നത് എ ചൈൽഡ് ഗ്രാഫ്റ്റഡ് എ നീലം മാംഗോ ട്രീ ടു ആൻ ഇൻഡിജീനിയസ് മാംഗോ ട്രീ. ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു മാംഗോ ട്രീയിന് കൂടെ ഒരു നീലം മാംഗോ ട്രീ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പുതിയതായിട്ടുണ്ടാവുന്ന മാംഗോ ട്രീയുടെ എന്തൊക്കെയായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജസ്? ഏതെങ്കിലും 3 അഡ്വാൻറ്റേജസ് എഴുതാനാട്ടോ മക്കളെ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും? നമുക്ക് മാംഗോസ് ഓഫ് നീലം വെറൈറ്റി നമുക്ക് കിട്ടും, നമ്മുടെ സോയിൽ നമ്മുടെ മണ്ണിൽ നല്ല രീതിയിൽ അത് വളരും. ഇനി ബോത്ത് വെറൈറ്റീസിന്റെയും എന്താണ് ക്വാളിറ്റി നമുക്ക് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടാട്ടോ. നമ്മുടെ ഇൻഡിജീനിയസ് റൂട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള മറ്റേ നമ്മുടെ നീലമിന്റെയും നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാട്ടുമാവിന്റെ ഒക്കെ കൂടെയുള്ള ഒരു വെറൈറ്റി ഡിസൈറബിൾ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടാട്ടോ. ഇതൊക്കെയാണ് 4ാമത്തെ സെക്കൻഡ് പാർട്ടിലുള്ള സി ഓപ്ഷന്റെ ആൻസർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 5ാമത്തെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിനകത്ത് നിന്ന് ഇൻകറക്റ്റ് ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലെ, ജൈവവളത്തെ പറ്റിയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ മക്കളെ. 5ാമത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നേക്കുന്നത് കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണന്റ്. ഒരു സിംഗിൾ കമ്പോണന്റ് ആയിട്ട് നമുക്ക് അതിനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ബി തന്നേക്കുന്ന ഏതാ? നമ്മുടെ മണ്ണിന്റെ ആ ഒരു സ്ട്രക്ചറിനെ ഇത് നശിപ്പിച്ച് കളയും എന്നാണ് പറഞ്ഞേക്കുന്നത്. സി ഓപ്ഷൻ എന്താണ്? ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിൽ നിന്ന് നമുക്ക് അതിനെ നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡി ഓപ്ഷൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ഹോം. അപ്പൊ മക്കളെ 5ാമത്തെ എ ഓപ്ഷന്റെ തെറ്റുത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ. കാരണം നമ്മുടെ മണ്ണിന്റെ സ്ട്രക്ചറിനെ ഒരിക്കലും ഓർഗാനിക് ഫെർട്ടിലൈസർ നശിപ്പിക്കോ? ഇല്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ, രാസവളമൊക്കെ ആയിരിക്കും നശിപ്പിക്കുക. ഓർഗാനിക് ജൈവ കൃഷി അല്ലെ ജൈവവളം ഒരിക്കലും എന്താ നമ്മുടെ മണ്ണിന്റെ ഒരു സ്ട്രക്ചറിനെ നശിപ്പിക്കില്ല. സോ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സോറി 5ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ഓപ്ഷനിലെ ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ തെറ്റുത്തരായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ട് നമുക്ക് നോക്കാം. What are the other methods to control harmful pest from other than organic pesticide? ഓർഗാനിക് പെസ്റ്റിസൈഡ് അല്ലാതെ ഏതൊക്കെ മെത്തേഡ് വഴിയാണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ബയോളജിക്കൽ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബയോളജിക്കൽ മെത്തേഡ് ആൻഡ് മെക്കാനിക്കൽ കൺട്രോൾ, ബയോളജിക്കൽ കൺട്രോൾ ആൻഡ് മെക്കാനിക്കൽ കൺട്രോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെയാണ് ലേഡി ബഗ്. ബയോളജിക്കൽ കൺട്രോൾ നമുക്ക് ലേഡി ബഗിനെ യൂസ് ചെയ്യാം, മെക്കാനിക്കൽ കൺട്രോൾ ഫെറമോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതാണ് എന്ത് 4ാമത്തതിന്റെ ബി പാർട്ട് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇനി 4ാമത്തെ സി പാർട്ട് നമ്മളോട് ചോദിച്ചത്
ചോദിച്ചത് നമ്മൾ എക്സസീവ് ആയിട്ട് ഒത്തിരി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ മണ്ണിന്റെ സ്ട്രക്ചറിന് എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ മണ്ണിന്റെ സ്ട്രക്ചറിനെ അത് നശിപ്പിച്ചു കളയും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നിങ്ങളോട് കമന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ മക്കളെ. നമ്മളൊരു എന്താ പറയുക കെമിക്കൽ രാസവളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് നമ്മുടെ സോയിലിന്റെ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എപ്പോഴും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ നാലാമത്തതിന്റെ സി ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്, അഞ്ചാമത്തതിന്റെ സി ഓപ്ഷൻ പറഞ്ഞത്. ഇനി ആറാമത്തത് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എ ക്വസ്റ്റ്യൻ ആൻഡ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സിക്സ്ത്തിലെ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനലൈസ് ദ ഒബ്സർവേഷൻ റിപ്പോർട്ട്. നമുക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടിൽ നോക്കിയ ഒരു സൊല്യൂഷൻ, രണ്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, സൊല്യൂഷൻ 1 ആൻഡ് സൊല്യൂഷൻ 2. അപ്പോൾ സൊല്യൂഷൻ 1ന്റെ കാര്യം നോക്കി, വെൻ ബ്ലൂ ലിറ്റ്മസ് വാസ് ഡിപ്ഡ് ഇൻ ദ സൊല്യൂഷൻ ഇറ്റ് ടേൺസ് റെഡ്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് നമ്മളൊരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തപ്പോൾ അത് റെഡ് ആയിട്ട് മാറി. ബ്ലൂവിനെ റെഡ് ആക്കുന്നത് ആരായിരിക്കും, ആസിഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സൊല്യൂഷൻ 1 എന്ന് പറയുന്നത് ആരായിരിക്കും, ആസിഡ് ആയിരിക്കും. ഇനി സൊല്യൂഷൻ 2 നോക്കിയേ, വെൻ ബ്ലൂ ലിറ്റ്മസ് വാസ് ഡിപ്പ് ഇൻ ദ സൊല്യൂഷൻ ദ കളർ ഡു നോട്ട് ചേഞ്ച്, വെൻ ദ റെഡ് ലിറ്റ്മസ് വാസ് ഡിപ്പ് ഇൻ ദ സൊല്യൂഷൻ ഇറ്റ് ടേൺ ബ്ലൂ. അപ്പോൾ നമ്മളൊരു സൊല്യൂഷനിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെച്ചപ്പോൾ അതിന് ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ റെഡ് വെച്ചപ്പോൾ അതെന്തായി, ബ്ലൂ ആയിട്ട് മാറി. അപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ആരായിരിക്കും, ബേസ് ആയിരിക്കും. സോ സൊല്യൂഷൻ 1 എന്ന് പറയുന്നത് ആസിഡും സൊല്യൂഷൻ 2 എന്തായിരിക്കും, ബേസ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് നമുക്ക് നോക്കാം. സൊല്യൂഷൻ 1ന്റെ ജനറൽ പ്രോപ്പർട്ടീസും സൊല്യൂഷൻ 2ന്റെ ജനറൽ പ്രോപ്പർട്ടീസും ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. സൊല്യൂഷൻ 1 എന്തായിരുന്നു, ആസിഡ് ആയിരുന്നു. ആസിഡിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്താണ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നതാണ് എന്ത്, ആസിഡ് എന്ന് പറയുന്നത്. എല്ലാ ആസിഡും എന്തായിരിക്കും, ഒരു സോർ ടേസ്റ്റ് ആയിരിക്കും, പുളിപ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷൻ ആരായിരുന്നു, ബേസ് ആണ് നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷൻ. ബേസിന് എന്തായിരിക്കും, ആൽക്കലൈൻ ടേസ്റ്റ് ആയിരിക്കും. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നതാണ് എന്ത്, ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ സി പാർട്ട് നമുക്ക് നോക്കാം. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ക്ലാസിഫൈ ദം ടു അപ്രോപ്രിയേറ്റ് ഹെഡിങ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അവരെ ക്ലാസിഫൈ ചെയ്യുക, അവരുടെ ഹെഡിങ്ങിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നോക്കിയേ, ഇവിടെ നമുക്ക് സോർ ടേസ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരായിരിക്കും വരിക, ഒന്നാമത്തെ നമുക്ക് വരുന്നത് ആസിഡ് ആയിരിക്കും കേട്ടോ. ഇനി രണ്ടാമത്തത് ബേസ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബേസ് ആണെങ്കിൽ എന്തായിരിക്കും, ആൽക്കലൈൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ആൽക്കലൈൻ ടേസ്റ്റ്. ഇനി അടുത്തത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ആരായിരിക്കും, ബേസ് ആയിരിക്കും അല്ലെ. അപ്പൊ ബി ഇവിടെ ആയിരിക്കും വരിക, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നുണ്ട്. ഇനി മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളർ തരുന്നത് ആരായിരിക്കും, ആസിഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ രണ്ടാമത്തത് ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. മൂന്നാമത്തത് ഗിവ് ലൈറ്റ് പിങ്ക് കളർ വെൻ methyl orange is added. ഇനി നാലാമത്തത് എന്താണ്, ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സിക്സ്ത്തിന്റെ എ പാർട്ട് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിക്സ്ത്തിന്റെ ബി പാർട്ട് നമുക്ക് ചോദിക്കാം. നമുക്കൊരു സ്റ്റേറ്റ്മെന്റും അതിനുള്ള റീസണും തന്നിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ മക്കളെ കറക്റ്റ് ഓപ്ഷൻ നോക്കി, ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത് ആരാണ്, ആസിഡ് ആണല്ലേ. അപ്പൊ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത് ആരാണ്, ആസിഡ് ആണ്. സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ആസിഡ്. റീസൺ എന്താണെന്നാണ് തന്നേക്കുന്നത്, ആസിഡ് ആയതുകൊണ്ടാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത്. സോ ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും അല്ലെ. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, തന്നേക്കുന്ന റീസണും എന്താണ്, സ്റ്റേറ്റ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ളൊരു റീസൺ ആണ് തന്നേക്കുന്നത്. സോ ആറാമത്തെ ക്വസ്റ്റിന്റെ എ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ an experiment to identify the substance that have the properties of acid or base. അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്, ലൈം ജ്യൂസ് തന്നിട്ടുണ്ട്, സോപ്പ് വാട്ടർ തന്നിട്ടുണ്ട്, വിനെഗർ തന്നിട്ടുണ്ട്, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ടാമറിൻ സൊല്യൂഷൻ, ഹിബിസ്കസ് പേപ്പർ, ടെർമറിക് പേപ്പർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളോട് ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് നോക്കാം. ഓൺ ഡിപ്പിംഗ് ടെർമറിക് പേപ്പർ ടു സോപ്പ് വാട്ടർ. സോപ്പ് വാട്ടറിലേക്ക് നമ്മൾ ഒരു ടെർമറിക് പേപ്പർ അല്ലെ, മഞ്ഞൾ പേപ്പർ കൊണ്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ സോപ്പ് വാട്ടർ ആവണമെന്നില്ല, ബേക്കിംഗ് സോഡ സൊല്യൂഷനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്ത് പറ്റും, റെഡ് കളറായിട്ട് മാറും. ഓക്കെ, ഇറ്റ് ടേൺസ് റെഡ് കളർ. ഇനി ഡിപ്പിംഗ്, നമ്മൾ ലൈം ജ്യൂസ് അല്ലെങ്കിൽ ടാമറിൻ സൊല്യൂഷൻ അല്ലെങ്കിൽ വിനേഗറിലൊക്കെയാണ് നമ്മൾ ഈ ടെർമറിക് പേപ്പറിനെ വെക്കുന്നെങ്കിൽ എന്ത് പറ്റും, അവിടെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോപ്പ് വാട്ടർ എന്ന് പറയുന്നതൊക്കെ എന്തായിരിക്കും, ബേസിക് ആയിരിക്കും നേച്ചർ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഹിബിസ്കസ് പേപ്പർ ഉണ്ടാകും. ഈ ഹിബിസ്കസ് പേപ്പറിനെ നമ്മൾ ലൈം ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ അല്ലെങ്കിൽ ടാമറിൻ സൊല്യൂഷനിലേക്ക് വെക്കുമ്പോൾ എന്ത് പറ്റും, അത് പിങ്ക് കളറായിട്ട് മാറും അല്ലേ. ഇനി നമ്മൾ സോപ്പ് വാട്ടറിൽ അല്ലെങ്കിൽ ബേക്കിംഗ്
ബേക്കിംഗ് സോഡ സൊല്യൂഷനിലേക്കാണ് വെക്കുന്നെങ്കിൽ എന്ത് പറ്റും, അത് ഗ്രീൻ കളറായിട്ട് മാറും. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗ്രീൻ കളർ ആയത് എന്തുകൊണ്ടാണ്? അത് ബേസിക് ഇൻ നേച്ചർ ആയതുകൊണ്ടും. ഇനി പിങ്ക് കളർ ആയത് എന്തുകൊണ്ടാണ്? അസിഡിക് നേച്ചർ ആയതുകൊണ്ടാണ് ട്ടോ മക്കളെ. ഇനി അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യനിലെ സി പാർട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെമൺ ജ്യൂസ്, വിനെഗർ ആൻഡ് ബട്ടർ മിൽക്ക് ടേൺസ് ബ്ലൂ ടു റെഡ്. റൈറ്റ് 2 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സൊല്യൂഷൻ. ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, മോര് ഇതൊക്കെ എന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവരൊക്കെ ആരാണ് മക്കളെ? ആസിഡ് ആണ് അല്ലെ? ആസിഡ് ആണ്. അതായത് ആസിഡ് ആയതുകൊണ്ട് എന്തായിരിക്കും? സോർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് എന്താണ്, നമ്മളൊരു ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് എന്താണ്, ഈ ഒരു ആസിഡിനെ ഒരു മെറ്റൽ ആയിട്ട് നമ്മളൊരു ലോഹമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെയാണ് എന്ത്? ആസിഡിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ മക്കളെ. അപ്പൊ ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചേക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചേക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി എന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു.